ബ്രഹ്മാവിന്റെ നിർദ്ദേശത്താൽ മഹാഭാരതം എഴുതാൻ വ്യാസമഹർഷി ഗണപതി ഭഗവാനെ ചെന്നു കണ്ടു. അങ്ങനെ പുണ്യനദിയായ സരസ്വതിയുടെ തീരത്ത് ഇതിഹാസ രചനയ്ക്കായി വ്യാസനും ഗണപതിയും ഒന്നിച്ചിരുന്നു. എഴുത്തു തുടങ്ങിയാൽ തന്റെ തൂലിക നിൽക്കാൻ പാടില്ലെന്ന കഠിനമായ നിബന്ധന ഗണപതി മുന്നോട്ട് വെച്ചു. ഓരോ ശ്ലോകത്തിന്റെയും അർത്ഥം പൂർണ്ണമായി ഗ്രഹിച്ച ശേഷം മാത്രമേ എഴുതാവൂ എന്ന് വ്യാസനും തിരിച്ചൊരു നിബന്ധന വെച്ചു. അങ്ങനെ ആ മഹാഗ്രന്ഥത്തിന്റെ പിറവിയായി മഹാഭാരതം അവർ രചിച്ചു തുടങ്ങി. പാറക്കെട്ടുകളിൽ തട്ടി ആർത്തലച്ചൊഴുകുന്ന സരസ്വതി നദിയുടെ വന്യമായ ശബ്ദം മഹാഭാരത രചനയിലായിരുന്ന ഗണപതിയുടെ ഏകാഗ്രതയെ പെട്ടെന്ന് ഭേദിച്ചു. ഗണപതി അരുളി, സരസ്വതി, നിന്റെ ഈ ഇരമ്പൽ എന്റെ രചനയ്ക്ക് തടസ്സമാകുന്നു. അല്പനേരത്തേക്ക് ഈ ഒഴുക്കിന്റെ വേഗതയും ശബ്ദവും ഒന്ന് കുറയ്ക്കൂ. അഹങ്കാരത്തിൽ സരസ്വതി ആ വാക്കുകൾ അവഗണിച്ചു. ഗണപതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവൾ കൂടുതൽ കരുത്തോടെ ഇരമ്പിയാർത്ത് മുന്നോട്ടൊഴുകി. കോപിഷ്ഠനായ ഗണപതി ശപിച്ചു, അഹങ്കാരിയായ സരസ്വതി, ഇനി നീ ഭൂമിക്കടിയിലൂടെ അദൃശ്യയായി അന്തർവാഹിനിയായി മാത്രം ഒഴുകട്ടെ. അങ്ങനെ സരസ്വതി അദൃശ്യയായി. ഇന്നും ത്രിവേണി സംഗമത്തിൽ ഗംഗയ്ക്കും യമുനയ്ക്കുമൊപ്പം ആ പുണ്യനദി അദൃശ്യയായി ഒഴുകുന്നു എന്നാണ് വിശ്വാസം. ബ്രഹ്മ